കുറച്ചു നേരത്തേക്ക് ആരെയും വിളിക്കണ്ട. നമുക്ക് തനിച്ച് കുറച്ചു നേരം കിട്ടിയതല്ലേ. ഫോണിൽ സംസാരിച്ച് ആ സമയം പാഴാക്കണ്ട. സർ, സോറി. വൃന്ദയോട് എന്തോ സ്വാതന്ത്ര്യം അല്പം കൂടുതലാണെന്ന് തോന്നിപ്പോയി. ഞാനൊരു കാര്യം ചോദിച്ചാ വൃന്ദ സത്യം പറയൂ? ആരതിയോ അരവിനെയോ കുറിച്ച് ചോദിക്കാനാണോ? അതായത് ഒരു മിനിറ്റ്. എടോ എന്നെ ഈ സമയത്ത് വിളിക്കുന്നത് തന്നോട് ഞാൻ പറഞ്ഞിരുന്നേല്ലേ? എന്ത് പ്രശ്നമാണെങ്കിലും പിന്നീട് സംസാരിക്കാം. ഓരോ ശല്യങ്ങളും. നമ്മുടെ SI ഈ സമയത്ത് വൃന്ദയോട് കോൾ ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് ഞാൻ ഫോൺ ഉപയോഗിക്കുന്നത് ശരിയല്ലല്ലോ. ആര് വിളിച്ചാലും ഇനി കോൾ എടുക്കില്ല. അല്ല, ഞാൻ ഇത്രയൊക്കെ സംസാരിച്ചിട്ടും വൃന്ദയ്ക്കൊന്നും പറയാനില്ലേ? പറയാനുണ്ട് സർ. എന്താണെങ്കിലും ഓപ്പണായിട്ട് പറ വൃന്ദ. ഈ സമയത്ത് ഞാനൊരു ACP ആണെന്ന് മനസ്സിൽ ചിന്തിക്കണ്ട. അത് സാറ് കോൾ എടുക്കാതിരിക്കണ്ട. ആരവ് എന്ന പ്രതിയെക്കുറിച്ച് ഇൻഫർമേഷൻ തരാൻ ആരെങ്കിലും വിളിച്ചാലോ? അങ്ങനെ ഒരു ഇൻഫർമേഷൻ ലഭിച്ചാലും ആ പ്രതിയെ എളുപ്പത്തിൽ പിടികൂടാൻ പറ്റുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അതെന്താ സർ? ആ പ്രതിയെ ഉടനെ പിടികൂടാൻ പോലീസിന് കഴിയില്ലേ? അവനെ അറസ്റ്റ് ചെയ്യാൻ പോലീസിന് കഴിയാഞ്ഞിട്ടൊന്നുമല്ല. അതിന് മറ്റ് ചില തടസ്സങ്ങളൊക്കെ ഉണ്ട്. തടസ്സങ്ങളോ? അതെന്താ സർ? അതിനെപ്പറ്റിയൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം. ആരവിന്റെ കാര്യത്തിൽ ACP പറയുന്നൊന്നും വിശ്വസിക്കാൻ കഴിയില്ല. ACP ഇങ്ങനെ ഫ്രീ ആവുന്നത് എന്റെ മനസ്സിൽ നിന്നും പലതും ചുരണ്ടിയെടുക്കാനായിരിക്കും. ഓരോ വാക്കും സൂക്ഷിക്കണം. അല്ല, വൃന്ദ എന്താ ആലോചിക്കുന്നത്? ആരതിയെ പറ്റിയാണോ? അത് രാജപുരത്തെത്തിയ ആരതി താമസിക്കുന്ന സ്ഥലം വൃന്ദയ്ക്ക് അറിയാലോ അല്ലേ? അല്ല, തനിക്ക് അറിയാന്നാണ് എന്നോട് പറഞ്ഞത്. ഞാൻ പറയാം സർ. ഈശ്വര, ഈ വൃന്ദയും കൊണ്ടുപോയ ACPയുടെ വണ്ടി കാണുന്നില്ലല്ലോ. രാജപുരത്തേക്കല്ലേ നമ്മൾ പോകേണ്ടത്? ആ റൂട്ടിൽ തന്നെ നമ്മളിപ്പോ പൊക്കോണ്ടിരിക്കുന്നത്. എടാ കിരണേ, ഒന്ന് വേഗം വിട്. എങ്ങനെയെങ്കിലും അവളുടെ യാത്ര ഒന്ന് തടയണം. എന്ത് പറഞ്ഞ തടയും? എന്ത് പറഞ്ഞാലും ACP വിശ്വസിക്കും തോന്നുന്നില്ല. എന്തെങ്കിലും ഡ്രാമ കളിക്കേണ്ടി വരും, അല്ലെങ്കിൽ വൃന്ദ കുടുങ്ങും. പാവം വൃന്ദ, അവൾ ACPക്കൊപ്പം വിഷമിച്ചിരിക്കുകയായിരിക്കും. ഷൈനി, നീ ഒന്ന് വൃന്ദയെ വിളിച്ചു നോക്കേ. ഞാൻ വിളിച്ചോൾ ഫോൺ എടുക്കുന്നില്ല. ACPയുടെ മുമ്പിൽ വെച്ച് നമ്മുടെ കോൾ എടുക്കാൻ അവൾക്ക് പേടിയായിരിക്കും. ആരതി താമസിച്ചിരുന്ന സ്ഥലത്തേക്ക് ACP വൃന്ദയെ കൊണ്ടുപോയാ അവൾ ഏത് വീട് കാണിച്ചു കൊടുക്കുന്ന? ഇല്ലാത്ത വീട് ACPക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ. ഈ സമയത്ത് തന്നെ ആരവും മാറിക്കളഞ്ഞു. ഇല്ലെങ്കിൽ അവനെയും കൊണ്ടുപോയി ആരതിയെ തേടി പിടിക്കായിരുന്നു. ആരതിയുടെ കാര്യം വന്നപ്പോ ആരവെന്തിനാ മാറിക്കളഞ്ഞത്? എനിക്കൊരു സംശയമുണ്ട്. ആരതിയെ പറ്റി ആരവ് ബെഡായി പറഞ്ഞതാണോ? ആരതി എന്ന് പറഞ്ഞൊരു ഫ്രണ്ട് അവനുണ്ടോ? ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? നീ ചങ്കിക്കൊള്ളുന്ന സംശയങ്ങളൊന്നും പറയാതെ ഷൈനി. ആരതി എന്നൊരു ഫ്രണ്ട് ഉണ്ടെന്ന് ആരവ് കള്ളം പറഞ്ഞതാണെങ്കിൽ നമ്മൾ എല്ലാവരും കുടുങ്ങും. വാടകയ്ക്ക് ഒരാളെ വിളിച്ചോണ്ട് പോയി ACPയുടെ മുന്നിൽ കൊണ്ട് നിർത്താനൊന്നും പറ്റത്തില്ല. ആരവ് കള്ളമാണ് പറഞ്ഞെങ്കിലേ അവനെ ഞാൻ ശരിപ്പെടുത്തും. അവൻ നമ്മളെ പറ്റിക്കൊന്നുമില്ല. അവൻ പറഞ്ഞതും സത്യമാണെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആരവ് ആരതിയെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത് വരെ ഒന്നും വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയാ. ആദ്യം വൃന്ദയെ കൊണ്ടുവന്ന് ACP തടയണം.
അത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യം ആലോചിക്കാം. Everybody goes whoa. Let's play like a team. Give it up for something great. It's something great. It's something great. എടി അമ്പിളി, ഇവളെന്താ ഗ്ലാസ് ഒക്കെ വെച്ചിരിക്കുന്നേ? പോയപ്പോ ഇതൊന്നും ഇല്ലായിരുന്നല്ലോ. അമ്പിളി ഗേറ്റ് തുറക്കടി. ഗേറ്റ് തുറക്കാൻ. എടി നിന്നോടല്ലേ പറഞ്ഞത്? അമ്പിളി ഗേറ്റ് തുറക്കാൻ. നിങ്ങൾ എന്തിനാ ഇവിടെ കിടന്ന് തൊള്ള തുറക്കുന്നേ? നിങ്ങൾക്ക് ഗേറ്റ് തുറന്ന് അകത്ത് കയറിക്കൂടെ? ഞാൻ ഗേറ്റ് തുറക്കാനോ? നിന്നെ ഇവിടെ സെക്യൂരിറ്റി ആയിട്ട് വെച്ചിരിക്കുന്ന എന്തിനാടി? നിങ്ങൾക്ക് ഗേറ്റ് തുറന്നു തരുന്നതല്ല എന്റെ ജോലി. എനിക്ക് ഇവിടെ വേറെ കുറെ പണിയുണ്ട്. നിന്റെ പണി എന്താന്നേ എനിക്കറിയാടി. ശമ്പളം വാങ്ങി കീശയിലിട്ട് ഏത് നേരം ഫോണിൽ നോക്കിയിരിക്കില്ലല്ലേ നിന്റെ ജോലി. ദേ, അനാവശ്യം പറയരുത്. ഗേറ്റ് തുറക്കടി. ഗേറ്റ് പൂട്ടിയിട്ടില്ല. നിങ്ങൾക്ക് തുറന്ന് അകത്ത് കയറിക്കൂടെ? നിങ്ങൾക്ക് ഗേറ്റ് തുറന്നു തന്ന് അകത്തേക്ക് ആനയിക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. നിനക്ക് ഞാൻ ആരാണെന്നേ മനസ്സിലായിട്ടില്ല. നീ അറിയാൻ പോകുന്നേ ഉള്ളൂടി. മര്യാദക്ക് ഗേറ്റ് തുറക്കടി. ഇവർക്കിതെന്തിന്റെ സൂക്കേടാ? ആ, അങ്ങനെ വഴിക്ക് വാടി. നിങ്ങൾ സാധനങ്ങൾ വാങ്ങാൻ മാർക്കറ്റിൽ പോയതല്ലേ? എന്നിട്ട് സാധനങ്ങൾ വാങ്ങിയില്ലേ? സാധനം വാങ്ങാനേ ഇപ്പൊ സൗകര്യപ്പെടില്ല. ഇവിടത്തെ സാധനങ്ങൾ ചുമന്ന് നടന്ന് പാഴാക്കാനുള്ളതല്ലടി എന്റെ ജീവിതം. അല്ല, നിങ്ങൾ സാധനങ്ങൾ വാങ്ങാതെ വന്നാൽ എങ്ങനെയാ? ഛീ, ഇത് ചോദിക്കാൻ നീ ആരടി? ഇനി മുതൽ ആളും തരവും നോക്കി സംസാരിക്കണം. എന്റെ നിലയും വില എന്താന്ന് നിനക്ക് അറിയോടി?